സുരാജ് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോറിനെ ബീഹാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് വാർത്ത. നിരാഹാര സമരപന്തലിലെത്തിയാണ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിൽ എടുത്തത്. ചോദ്യപേപ്പർ ചോർന്നുവെന്ന CCA പരീക്ഷ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് പ്രശാന്ത് കിഷോർ നിരാഹാര സമരം ആരംഭിച്ചിരുന്നത്. നിതിൻ നമ്പൂജനാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, പോലീസ് ഇദ്ദേഹത്തെ എപ്പോഴാണ് കസ്റ്റഡിയിൽ എടുത്തത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? സ്മിത, ഗുഡ് മോർണിംഗ്. ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ CCE പരീക്ഷ, ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിരുന്നു. ഡിസംബർ 13 ഈ പരീക്ഷ നടത്തിയത്. ഈ പരീക്ഷ വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമാണ് അവിടെ പരീക്ഷാർത്ഥികളുടെ ഭാഗത്തുനിന്നും നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജനുവരി 2 പ്രശാന്ത് കിഷോർ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ബീഹാറിലെ ഗാന്ധി മൈതാനിൽ, പട്നയ്ക്ക് സമയത്ത് ഗാന്ധി മൈതാനിൽ നിരാഹാരം സമരം ആരംഭിച്ചിരുന്നു. അതേസമയം തന്നെ പ്രതിഷേധങ്ങൾക്ക് വിലക്കുള്ള ഗാന്ധി മൈതാനിൽ ഒത്തുകൂടാൻ പാടില്ലെന്ന പോലീസ് നിർദ്ദേശം അവഗണിച്ചാണ് ഇത്തരത്തിൽ നിരാഹാര സമരം ആരംഭിച്ചത്. ഇന്ന് രാവിലെ ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് പ്രശാന്ത് കിഷോറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് പട്ന എയിംസിലേക്ക് മാറ്റുകയും ചെയ്തത്. എന്നാൽ നിരാഹാര സമരപന്തലിലെത്തി ബലം പ്രയോഗിച്ചാണ് പ്രശാന്ത് കിഷോറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രശാന്ത് കിഷോർ പോലീസ് കസ്റ്റഡിയിലേക്ക് പോയത്. മാത്രമല്ല, നിയമപരമായുള്ള നടപടിയിലേക്കും കടക്കാൻ ആലോചിക്കുന്നെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ ക്രമക്കേട് ഈ പരീക്ഷ ബന്ധപ്പെട്ട ആരോപണം നിലനിൽക്കുന്നതിനിടെയാണ് അവിടെ വലിയ പ്രതിഷേധം തുടരുന്നത്. ഇതിനിടയിലാണ് പ്രശാന്ത് കിഷോറിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ബീച്ചിൽ, നമ്മുടെ ശംഖുമുഖം ബീച്ചിലാണ് മോർണിംഗ് വാക്കിനായി നമ്മളുള്ളത്. സിറിൽ പറയായിരുന്നു ബീച്ചിൽ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാന്ന്. ബീച്ചിലൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്നു കഴിഞ്ഞാണല്ലോ കലോത്സവ നഗരിയിലേക്ക് പോകാൻ നമ്മൾ ഒരുപക്ഷെ വൈകിയേക്കും. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, ബീച്ചിൽ ഇറങ്ങുക, കടൽ കണ്ടിരിക്കുക, എത്ര കണ്ടാലും മതിയാവില്ല കടൽ, അല്ലെ? ഒരുപാട് മഹാത്ഭുതങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് സാഗരം. പക്ഷേ നമ്മൾക്ക് ഒരുപാട് വാർത്തകളിലേക്കൊക്കെ വരേണ്ടതുണ്ട്. ഈ കാഴ്ചകളൊക്കെ രാവിലെ തന്നെ. അതെ അതെ അതെ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ്, നിങ്ങൾ കേരള ടീമിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണോ? ഏതാണ് നിങ്ങളുടെ? ഓക്കെ, അപ്പൊ ഇവിടെ മാച്ച് ഉണ്ടോ? നിങ്ങൾ പ്രാക്ടീസിന് വന്നതാണോ? പ്രാക്ടീസിന് വന്നതാണ്. ഇന്നിപ്പോ ആസാമിന് പോകും. ഓക്കെ, അപ്പം എന്താണ്, ഏത് ഇവന്റ് ആണ്? ബീച്ച് ഹാൻഡ്ബോൾ തന്നെ. നാഷണൽ ആണോ? നാഷണൽസ്. എന്നാണ് തുടങ്ങുന്നത്? 19 തൊട്ട് 11 വരെ. അപ്പൊ എത്ര ടീം മെമ്പേഴ്സ് ആണുള്ളത് ടോട്ടൽ? 10 പേര്. നിങ്ങൾ മാത്രമാണോ? കോച്ച് പോയിട്ടുണ്ട്. ഈ പ്രജിൻ ഗൗരവത്തിൽ ചോദിച്ചോണ്ടാണോ നിങ്ങൾ ഭയങ്കര ഗൗരവാണോ? ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞോ? ആണോ? ഇപ്പൊ ഇവിടെ എന്താ, ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് നിങ്ങൾ? വെരി ഗുഡ്. ബീച്ച് വോളിബോൾ ആണ്, അപ്പൊ പിന്നെ ബീച്ചിലാണല്ലോ വരേണ്ടത്. സോറി, ബീച്ച് ഹാൻഡ്ബോൾ ആണ്, അപ്പൊ അതുകൊണ്ട് ബീച്ചിലേക്കാണല്ലോ വരിക. എനിക്കാണെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അടിപൊളി. അപ്പൊ മാച്ച് എന്നാ തുടങ്ങുന്നുണ്ട് പറഞ്ഞേ? 10. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. പൊളിക്കുക. കേരളത്തിലേക്ക് വീണ്ടും അടിപൊളി. താങ്ക് യു. അപ്പോൾ കേരളത്തിന്റെ ബീച്ച് ഹാൻഡ്ബോൾ ടീമിനാണ് നമ്മൾ കണ്ടത്. അവർ നാഷണൽസിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള പ്രാക്ടീസിനായിട്ടാണ് രാവിലെ തന്നെ ബീച്ചിലേക്ക് എത്തിയത്. അതെ അതെ. നമ്മൾ ഈ ഒരുപാട് തെരുവ് നായ്ക്കൾ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷെ അവര് ഈ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ബീച്ചിൽ. അവരും നായ്ക്കളുടെ ഉറക്കത്തിനെ ഒന്നും ശല്യപ്പെടുത്തുന്നില്ല. നായ്ക്കൾ തിരിച്ചും മനുഷ്യരെ ഒന്നും ശല്യപ്പെടുത്തുന്നതായിട്ട് കാണുന്നില്ല, അല്ലെ? പലപ്പോഴും ഈ തെരുവ് നായ്ക്കളുടെ ശല്യത്തിനെ കുറിച്ചൊക്കെ പരാതി പറയുമ്പോൾ ഇതുപോലെ ശാന്തമായി ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്.